ഇന്ന് അമ്മേൻ്റെ കുറേ കാലത്തെ ഒരാഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അമ്മ ഇത്രയും കാലമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോവേ ഹെയർ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അമ്മേൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ പുതിയൊരു ബ്യൂട്ടി പാർലർ, ഐറിഷ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാനും അമ്മയും കൂടെ പോയിട്ടുള്ളതാണ്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര മടിയുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇതാ ഒന്നും അറിയില്ല കേട്ടോ. അമ്മയ്ക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ അനിയത്തീൻ്റെയൊക്കെ മുടി കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അമ്മ വന്നിട്ടുണ്ട് എന്നല്ലാതെ അമ്മയുടെ ഒരു കാര്യത്തിന് അമ്മ ഇതുവരെ പാർലറിൽ അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്താണ് പറയേണ്ടത് ഒന്നും അറിയാത്തതുകൊണ്ട് എന്നെയും കൊണ്ട് പോയിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ചേച്ചിമാരൊക്കെ അടിപൊളിയാണ്, നല്ല കമ്പനിയായിരുന്നു. അവർ അമ്മേൻ്റെ ഹെയറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കുറേ ഓയിലുണ്ട്, അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഹെയറൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പിന്നെ അവർ പുതുതായിട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞ റേറ്റിനും ഒക്കെയാണ് അവരിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അമ്മ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചിമാരാണെങ്കിലും അമ്മേനെ നേരത്തെ അറിയാം, കാരണം താഴെ തന്നെ ഇവരുടെ ഷോപ്പിൻ്റെ താഴെ തന്നെയാണ് അമ്മേൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അമ്മേനെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അമ്മേനെ എപ്പോഴും പറയും ഇങ്ങോട്ട് വരി, നമുക്ക് ത്രെഡ് ചെയ്യാം, ഹെയർ കട്ട് ചെയ്യുക, വരി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. പക്ഷേ അമ്മ ഇതുവരെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹെയറൊക്കെ വാഷ് ചെയ്ത് അത് ഡ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ആ സമയത്ത് ഭയങ്കര പോസ്റ്റായിട്ടിരിക്കുകയായിരുന്നു, കാരണം ഇത് അത്യാവശ്യം ടൈം എടുക്കുന്നൊരു കാര്യമാണല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒന്നും കൂടെ കുറച്ചും കൂടെ വെള്ളമൊക്കെ മുടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി കളയുകയാണ്. പിന്നെ ഇതാണ് ഇപ്പം അമ്മേൻ്റെ മുടി വെട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അമ്മേൻ്റെ നല്ല സിൽക്കി ഹെയറാണ്. അപ്പോൾ കുറേ ആയിട്ട് പറയാറുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അമ്മ പോന്നിട്ടുമില്ല, എത്ര നിർബന്ധിച്ചാലും അമ്മ പോരുകയല്ല കേട്ടോ. ഞാനും അനിയത്തിയൊക്കെ എപ്പോഴും പറയാറുണ്ട് നമുക്ക് പോവാന്നുള്ളത്. ഹെയറൊക്കെ കട്ട് ചെയ്ത് നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മേൻ്റെ എപ്പോഴും അമ്മ സെൻറ്ററിലാണ് മുടി പാർട്ടീഷൻ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ ഇനി അതൊന്ന് സൈഡിലേക്ക് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ലേ എന്നൊക്കെയാണ് കേട്ടോ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് സൈഡിലേക്ക് പാർട്ടീഷനൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ആളെന്നെ ആകെ മാറിപ്പോയി അല്ലേ, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ അമ്മയ്ക്ക് ഹെയർ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മിററും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സൂപ്പറായിട്ടില്ലേ?